ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വൈറൽ ഫേസ് പാക്കാണ് കേട്ടോ. എൻ്റെ ഫേസിലേക്ക് അത്യാവശ്യം പിമ്പിൾസൊക്കെ വന്നതിൻ്റെ മാർക്സ് ഉണ്ട്. നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒരു സൈഡിൽ ഇത്തിരി കൂടുതലുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേരാണ് ഫാഷെക്സ് എന്നാണേ. ഫാഷെക്സ് ജെല്ലാണ്. ഇതെനിക്കൊരു സ്കിൻ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഫേസ് പാക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാവേ. ഫസ്റ്റ് വൺ, ഒരു മുട്ട വേണം. പിന്നെ കോഫി പൗഡർ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബ്രൂവിൻ്റെ ആണ്. നമുക്ക് തരി കുറഞ്ഞ ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പർ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ഏത് ഫേസ് പാക്കാണെന്ന്. ഇതിപ്പോൾ അവസാനമായിട്ട് ചെയ്യുന്ന വ്യക്തി ഞാനായിരിക്കും. ഞാനിപ്പം കോഫി പൗഡറും മുട്ടയുടെ വെള്ളയും കൂട്ടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇട്ട് തുടങ്ങാം. ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഇടാൻ പോകുന്നത്. വേറെ ടൂൾസൊന്നുമില്ല. എനിക്കിഷ്ടം കൈ കൊണ്ട് ഇടുന്നതാണ്. എന്തായാലും കുറേയൊക്കെ താഴെയൊക്കെ പോകും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഈ പാക്ക് ഇടുന്നു, അതിൻ്റെ മേലെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നു, വീണ്ടും പാക്ക് ഇടുന്നു, വീണ്ടും ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നു. അങ്ങനെ 2 ലെയറായിട്ടും ഞാൻ കൊടുത്തേർന്നത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഫേസ് വാഷിനെ കുറിച്ച് പറയാവേ. എൻ്റെ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 അല്ലെങ്കിൽ 6 വർഷമായി കാണും. ആ സമയത്ത് എനിക്ക് ന്യൂറോ മെഡിസിൻസ് കുറച്ചധികം കാലയളവ് കഴിക്കേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു ട്യൂമർ വന്നായിരുന്നു. അപ്പോൾ ആ ട്യൂമർ വന്നത് ഞരമ്പിൻ്റെ മേലെയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചധിക കാലഘട്ടം കഴിക്കേണ്ടി വന്നു. അതിൻ്റെ സൈഡ് എഫക്റ്റിൽ എൻ്റെ മുഖത്ത് മൊത്തം കുരുക്കൾ വന്നു. ഫസ്റ്റ് 1-2 കുരുക്കൾ വന്നു, മൈൻഡ് ചെയ്തില്ല. അങ്ങനെ കൂടി നിറച്ച് കുരുക്കൾ. അതായത് കവിളുകളിൽ മാത്രം, 2 കവിളിലും മാത്രം കുരുക്കൾ. അതായത് സൂചിക്ക് കുത്താൻ ഇടമില്ലാത്ത രീതിയിൽ കുരുക്കൾ വന്നു. അപ്പോഴും വലിയ മൈൻഡ് ചെയ്തില്ല. ആൾക്കാരൊക്കെ ചോദിക്കലൊക്കെ തുടങ്ങി, എന്നാലും മൈൻഡ് ചെയ്തില്ല. പക്ഷെ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പം എനിക്ക് പെയിൻ, അതേപോലെ ഇച്ചിങ്, വേദന, നല്ല രീതിയിൽ വേദനയുണ്ട്, നല്ല രീതിയിൽ ചൊറിച്ചിലുമുണ്ട്, ഒരു രക്ഷയില്ലാണ്ട്. അങ്ങനെയാണ് ഡോക്ടറെ കാണാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഫേസ് വാഷ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് ടാബ്ലറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് കഴിക്കാൻ എനിക്ക് ടാബ്ലറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ടാബ്ലറ്റ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, എനിക്കതിനുള്ള ധൈര്യമില്ല. പക്ഷേ ഫേസ് വാഷ് എനിക്ക് തോന്നുന്നു എൻ്റെ സ്കിന്ന് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ്. അപ്പം എനിക്കത് സ്യൂട്ടായി. എൻ്റെ നോർമൽ സ്കിന്നായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഓയിലി സ്കിന്നാണെന്ന്. ഇപ്പം എനിക്ക് ഈ ഫേസ് വാഷ് നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. കാരണം എനിക്കതിന് ശേഷം പിമ്പിൾസ് അങ്ങനെ വരാതെയായി. അതുപോലെ തന്നെ ഞാൻ ഭയങ്കര മടിച്ചിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള കാര്യം. കാരണം ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. അതിനുള്ളതൊന്നും എനിക്കില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പം ഞാനിത് കുരുക്കളൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ നിർത്തി. പക്ഷേ ഇടയ്ക്ക് ഒരെണ്ണം വരുമ്പം വേഗം ഞാനിത് യൂസ് ചെയ്യും. അപ്പം വീണ്ടും അത് പൊയ്ക്കോളും. അങ്ങനെയായിരുന്നു കേട്ടോ. ഗ്രാജ്വലി ഈ മെഡിസിൻസും ഫേസ് വാഷും യൂസ് ചെയ്ത് പിമ്പിൾസൊക്കെ ശരിക്കും പോയി. പിമ്പിൾസ് ഇല്ല, അതുപോലെയായി. പക്ഷേ ഇത് വന്ന മാർക്കുകൾ പെട്ടെന്നൊന്നും പോകത്തൊന്നുമില്ലല്ലോ. അത് നല്ല കാര്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ചൂട് കാലത്തൊക്കെ വരുമ്പം മുഖം ചൊറിച്ചിൽ തുടങ്ങും. അതായത് ചിലപ്പം 1-2 കുരുക്കൾ വരുമ്പോൾ ആ സമയത്താണ് കൂടുതലായിട്ട് എനിക്ക് ചൊറിച്ചിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഡോക്ടറോട് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിന് മെഡിസിൻ ഒന്നും കഴിക്കേണ്ട, പച്ചമഞ്ഞളും ആര്യവേപ്പും കൂടി നന്നായിട്ട് അരച്ച് പുരട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഈ ആര്യവേപ്പ് പൊടിയല്ല കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ്. പൊടി യൂസ് ചെയ്യേണ്ട, പച്ച ആര്യവേപ്പ് നന്നായിട്ട് പച്ചമഞ്ഞളിൻ്റെ കൂടെ അരച്ച് ചേർത്താൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ അത് ഇടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു.
അത് ഇടയ്ക്കിടയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൊറിച്ചിൽ വരുന്ന സമയത്ത് അത് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്താണ് കേട്ടോ ഈ പാടുകൾ കുറേയൊക്കെ മങ്ങി നമ്മുടെ ചൊറിച്ചിലും മാറി. അതായത് ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ അങ്ങനെ അതും ചെയ്ത് അത്യാവശ്യം പാടൊക്കെ കുറഞ്ഞായിരുന്നു കേട്ടോ. ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കാണാം ഇടയ്ക്കൊരു കുരു ഇപ്പോൾ വന്നതുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നോക്ക്, അതിൻ്റെ ഇടയ്ക്ക് നാനി ബേബി എണീറ്റ് വന്നു കേട്ടോ. ഞാനിക്ക് ചെറിയൊരു സൗണ്ട് മതി എണീറ്റ് വരാനായിട്ട്. നമ്മുടെ നാനി ബേബി ഒരു പ്രിമച്ചറാണ് കേട്ടോ. 2 മാസം മുമ്പേ ഉണ്ടായതാണ് അവൻ. ഞാൻ വീണ്ടും അവനെ മടിയിൽ ഇരുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് പീൽ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ ചെറിയൊരു വേദനയുണ്ട് കേട്ടോ, ചെറിയ വേദനയേ ഉള്ളൂ. അപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇത് ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ 1 അവർ കഴിഞ്ഞായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മോർണിംഗ് തന്നെ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു 6:30 സമയത്ത് ഇട്ടത്. 7:30 7:45 ആയപ്പോഴത്തേക്കും ഞാൻ പീൽ ഓഫ് ചെയ്തായിരുന്നു. അപ്പോൾ അത്രയും സമയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏതെങ്കിലും മോർണിംഗ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു പെയിനൊക്കെ, അതും ചില സ്ഥലങ്ങളിൽ മാത്രമേ ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ മാത്രം കുറച്ച് വേദന ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഇപ്പോഴേ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനങ്ങനെ മെല്ലെ മെല്ലെ, കാരണം നാനി ബേബി എണീപ്പിക്കാൻ പാടില്ല, എണീറ്റ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. നാനി ബേബി ഞാൻ പറഞ്ഞില്ലേ പ്രിമച്ചുറാണെന്ന് പറഞ്ഞില്ലേ, അവനിപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഡെവലപ്മെൻറ്റൽ ക്ലിനിക്ക് ഉണ്ട്. ഈ പ്രിമച്ചുർ ബേബികൾക്ക് അവരുടെ ഡെവലപ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ അങ്ങനെ കൊണ്ടുപോകണം, ചെക്ക് ചെയ്യണം. അങ്ങനെ ലാസ്റ്റ് ഇത്രയാക്കി ഞാൻ വെച്ചു. ഇനിയിപ്പോൾ നാനി ബേബിയുടെ ഒരു ടവൽ ഞാൻ ഇങ്ങനെ എടുത്തു. ഞാൻ ആ ടവലും കൊണ്ട്, കാരണം അവൻ്റെ കുഞ്ഞുങ്ങളുടെ ടവൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ, ആ ടവലും കൊണ്ട് ഞാനൊന്ന് നനച്ച് തുടയ്ക്കുക. ഞാനിപ്പോൾ സിങ്കിൻ്റെ അവിടെ വന്നിരിക്കുന്നത്, അവിടെ നനച്ച് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പം ഏകദേശം നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചേ നാനി ബേബി ഇടയ്ക്ക് എണീറ്റല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാനി ബേബി പേടിക്കുമായിരിക്കും എന്ന് എന്നെ കണ്ടിട്ട്. പക്ഷെ ഒന്നും ഉണ്ടായില്ല കേട്ടോ, പാവം. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് എനിക്ക് ചിരി വരുമായിരുന്നു. നമ്മൾ ഇങ്ങനത്തെ ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ വല്ലാത്തൊരു ഫേസ് ആയിരിക്കും അല്ലേ. പക്ഷെ നാനി ബേബി ചിരിക്കുമായിരുന്നു കേട്ടോ. എന്തായാലും അവൻ അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട്. അതേ ഇപ്പോൾ കണ്ണ് ഇടയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടെന്ന് പറയാമല്ലോ, അപ്പം തന്നെ കണ്ണ് തുറക്കുകയും ചെയ്തിട്ടുണ്ട് ആൾ. അങ്ങനെ നല്ല രീതിയിൽ ഞാൻ ഒന്ന് ക്ലീനാക്കി ചെയ്തു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പം ചെറിയൊരു മാറ്റം, അങ്ങനെ വലിയ മാറ്റം എന്നൊന്നുമില്ല, ചെറിയൊരു മാറ്റമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ മാർക്സൊക്കെ ഒന്ന് ഡിമ്മായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കണ്ടിന്യൂ ചെയ്യുന്നതല്ല, സസ്റ്റെയിൻ ചെയ്യുന്നതല്ല കേട്ടോ. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളുടെ സ്കിന്ന് നോർമൽ കളറിലേക്ക് തന്നെ വരും. നമ്മൾ എന്ത് പാക്കാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്താലാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അതായത് 1 2 പ്രാവശ്യം ചെയ്തു എന്നും പറഞ്ഞും ഒന്നും കിട്ടത്തില്ല. അപ്പം എന്നെപ്പോലെ ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ചെറിയ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് ഇഷ്ടപ്പെടുമ്പം നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഞാൻ എത്രത്തോളം ശ്രമിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ശരി, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നാനി ബേബിയും ടാറ്റ തരുന്നുണ്ട് കേട്ടോ. നാനി ബേബി പറയാം ഞങ്ങളുടെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം.